Apostle Paul walked in the fullness of the inheritance given him as he imparted it to his believers around him to understand that relationships is what God looks to from a heart in a believer. പൗലോസ് നേരത്തെ പ്രസ്താവിച്ചതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിൽ സകല പൂർത്തീകരണത്തോടും കൂടെ ഞാൻ മുമ്പോട്ട് വരണമെങ്കിൽ ചലിക്കണമെങ്കിൽ ദൈവമായിട്ട് തികഞ്ഞ വ്യക്തിപരമായ ബന്ധത്തിൽ പോകണം. ആ ബന്ധം സൂക്ഷിക്കുവാൻ ഞാൻ എത്രത്തോളം നന്നായിരിക്കണം, എത്രത്തോളം ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ദൈവത്തോട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ഇന്ന് രാത്രി ചോദിക്കാൻ നമുക്ക് സമയം കണ്ടെത്താം. കർത്താവേ, ഞാൻ അങ്ങയുമായുള്ള ബന്ധത്തിൽ എത്രത്തോളം കൃത്യമായി മുമ്പോട്ട് പോകുന്നു എന്ന് നമ്മുടെ അന്തരംഗത്തോടെ ചോദിക്കാനുള്ള സമയത്തെ ഞാൻ ഈ രാത്രി വേർതിരിക്കുകയാണ്. To you one more verse from God's word. ഒരു വാക്യം കൂടി വായിക്കാൻ ആവശ്യപ്പെടുന്നു. 1 Samuel 16 verses 6 to 7 says this. So it was when they came that he looked at Eliab and said, surely the Lord's anointed is before him. Verse 7, but the Lord said to Samuel, do not look at his appearance or at his physical stature, because I have refused him. For the Lord does not see as man sees, but man looks at the outer appearance, but the Lord looks at the heart. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് 1 ശമൂവേൽ പുസ്തകം അതിന്റെ 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായം 6-7 വാക്യങ്ങൾക്കകത്ത് അതിന് 7-ാം വാക്യം പറയുന്നത്, യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു, മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മളും ദൈവമായിട്ടുള്ള ആന്തരിക ഹൃദയപരമായ ബന്ധത്തിനപ്പുറം ദൈവം വേറെ ഒന്നും നോക്കുന്നില്ല എന്ന് സാരം. We must understand and be willing to receive God's wisdom on understanding that he looks to a heart, and that's what he honors in ministry today, nothing else. സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവത്തോടുള്ള ഹൃദയപരമായ ബന്ധത്തിന് അപ്പുറത്തേക്ക് ദൈവം ഒന്നും നോക്കുന്നില്ല, ദൈവം ഒന്നും വേറെ പരിഗണിക്കുന്നുമില്ല. You may wonder why so many blessings have been given to individuals in the Christian ministry today. Could it be because God looks to a heart and he knows the heart and tests the heart and not to the outer appearance? നമ്മളൊരു പക്ഷേ ലോകത്ത് നോക്കിയിട്ട് ഇങ്ങനെ എന്താ ഈ പാർട്ടിയൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടാൻ കാര്യം എന്തോ, ഇവരൊക്കെ ഇത്രയൊക്കെ മെച്ചപ്പെട്ടു പോകാൻ കാര്യം എന്തോ, ഈ ശുശ്രൂഷ എന്താ ഇങ്ങനെ വളരുന്നത്, ഈ സഭ എന്താ ഇത്രയും വളർന്നിരിക്കുന്നതൊക്കെ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, അതിന് പുറകിൽ ആ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ആരോ ഒരാളുടെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നിൽക്കുന്ന ആളുടെ ഹൃദയത്തിന്, ആ ഹൃദയത്തെ മാത്രമേ ദൈവം എന്ത് ചെയ്യുന്നുള്ളൂ നോക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഔട്ട്വേർഡ് പുറത്തുള്ള പ്രകടനങ്ങളോ കുഴപ്പങ്ങളോ തെറ്റുകളോ ഒന്നും നമ്മൾ നോക്കുന്ന പോലെ ദൈവം നോക്കുന്നില്ല, മറിച്ച് ഹൃദയത്തെ മാത്രമേ ദൈവം പരിശോധിക്കുന്നുള്ളൂ എന്ന് സാരം. We talked about the difference between the process and what God looks to, what it produces, to understand that his purpose was to reflect his heart through us, this earthen vessel, to the world today, to one another, that they become knowledgeable and know the love of Jesus as we walk together in love. 100% നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന പക്ഷം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പൂർണ്ണമായ ഒരു അനുഗ്രഹത്തിന്റെ സമ്പൂർണതയിലേക്ക് നടത്തുന്ന ദിവസങ്ങളാകട്ടെ ദിവസങ്ങളെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. We must accept the responsibility as believers today to walk contrary to the world system and walk in the power of God's love as one, as the Father and Son was, as Jesus prayed in John 17. ഈ ലോകത്ത് നാം ഇന്ന് കാണുന്ന, ഈ ലോകത്ത് നാം ഇന്ന് സഭകളിൽ കാണുന്ന, സംവിധാനങ്ങളിൽ കാണുന്ന സംസ്കാരത്തിന് വിപരീതമായിട്ട് പിതാവും പുത്രനും എങ്ങനെ ആയിരിക്കുന്നുവോ ആ അതേ അളവിൽ നമ്മൾ തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ, സ്നേഹത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തിന് വക്താക്കളാകുവാൻ ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. To inherit the fullness of God's goodness, it is not the goodness of fathers and sons walking with them. It has to do with the heart of the Son walking in the fullness of God's glory. എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഒറ്റ കാര്യമുള്ളൂ. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ ദൈവത്തിന്റെ സകല അനുഗ്രഹത്തിന്റെയും സമ്പൂർണതയിൽ
ഞാൻ നിങ്ങളുടെ അരികിൽ വരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവിക അനുഗ്രഹങ്ങളുടെ സമ്പൂർണതയിൽ നാം ഈ ലോകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ജീവിക്കാനും ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാനും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ സംസ്കാരം ആവശ്യമാണ്. We talked about alignment, assignment, producing agreement. Aligned with the heart of God today as a son of God in Christ. We must know the assignment that we've been given to manifest his love one to another to the world. And then guess what? We produce agreement, bringing heaven to earth. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച പോയിന്റ് ഇതാണ്. നമ്മൾ ദൈവമായിട്ട് ഒരു അലൈൻമെന്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു അലൈൻമെന്റിൽ വന്നാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യും? ഒരു അസൈൻമെന്റ് ഉണ്ടാകും, നമുക്കൊരു ഉത്തരവാദിത്വം കിട്ടും. ആ ഉത്തരവാദിത്വം വരുമ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യും? നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാകും, ഒരു ഉടമ്പടി ഉണ്ടാകും. ഉടമ്പടി എന്താന്ന് വെച്ചാൽ സ്വർഗത്തിലെ പോലെ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കണം, അതിന് എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനിക്കുക വരുന്നു. സോ ഇതിനകത്ത് അലൈൻമെന്റ്, അസൈൻമെന്റ് ആൻഡ് എഗ്രിമെന്റ്, ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം തമ്മിൽ സ്നേഹിക്കുന്ന ആളുകളായിട്ട് വേണം ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട്. It is all about the heart of a son, not the father, but the son, what we believe and see in Christ alone. ക്രിസ്തുവിനെ കാണുന്നത് പോലെ നമ്മളെയും കാണുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് മക്കൾ ഓരോരുത്തരും ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. We will continue this discussion even weeks ahead, how we should not look at the outer appearance, but our heart determines the full measure of blessing to our lives as sons of God. ഈ ചർച്ച നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. പ്രഥമ ദിവസങ്ങളിൽ നമ്മൾ ദീർഘമായി ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാര്യം ഞാൻ പിന്നെയും പറയുന്നു, പുറമേ ഉള്ളത് നോക്കാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുന്ന സംസ്കാരത്തിലേക്ക് നാം വളരട്ടെ. അങ്ങനെ വളർന്നു വരാനായിട്ട് ദൈവം എങ്ങനെയാണോ ഒരാളെ കാണുന്നത് അങ്ങനെ തന്നെ നമ്മളും എന്ത് ചെയ്യുക? മറ്റുള്ളവരെ കാണാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ദൈവരാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. Yes. David was a man after God's own heart. Again, ഉള്ള മനുഷ്യനാണ് ദാവീദിനെ കുറിച്ച് വേദപുസ്തകം സംസാരിക്കുന്നത്. His heart served Saul, an ungodly king, but God blessed him with a full inheritance to become king because his heart was correct toward God. സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും, ദൈവത്താൽ തള്ളപ്പെട്ട ശൗലിനെ നമ്മളാരും കാണുന്ന പോലെയല്ല ദാവീദ് കണ്ടത്. ദാവീദ് അപ്പോഴും ദൈവത്താൽ അഭിഷക്തനായ ശൗലിനെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ദൈവം ശൗലിനെ എങ്ങനെയാണ് കണ്ടത് ആ കാഴ്ച മാത്രമേ നമുക്കും കാണേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോ ശൗലിന്റെ സ്വഭാവത്തെ നോക്കിക്കൊണ്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് വരികയോ നമ്മളൊരു ഇടപാടിലേക്ക് വരികയോ ഒന്നും ചെയ്യേണ്ട. ദൈവം അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത് അതിൽ കവിഞ്ഞൊന്നും നമുക്ക് കാണാനായിട്ടില്ല എന്നാണ് ദാവീദിന്റെ അനുഭവത്തിൽ നമ്മളും പഠിക്കുന്നത്. So I encourage you today to understand through what God gives us, the height, the depth, the length and width of God's love for us, to come to the understanding that it's our heart that determines the fullness of ministry God has given us. ഞാൻ പറയുന്നത് പിന്നെയും ആവർത്തന വിരസത ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ, ശോഭിക്കുവാൻ ഇങ്ങനെയുള്ള ചില സംസ്കാരങ്ങളിൽ കൂടിയാണ് നമ്മൾ ഒന്ന് വരേണ്ടത്. To understand, we must operate and fulfill our purpose through a process, of course, but the purpose is for us to manifest the love of Christ to the world around us, no matter what happens to our lives. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം, മറിച്ച് ക്രിസ്തുവുമായുള്ള കൃത്യമായ കൂട്ടായ്മയിൽ നമ്മുടെ സഹവിശ്വാസികളോടും ദൈവമക്കളോടും ദൈവദാസന്മാരുമുള്ള സ്നേഹത്തിലും സഹോദരത്തിലും കൃത്യമായി ഉപയോഗിക്കപ്പെടുക. ബാക്കി എന്ത് സംഭവിച്ചാലും ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ദൈവിക പദ്ധതിക്കായി നിലകൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. God tests the heart of our lives every day to see what's in our lives. I thank God for the testing, for the process, but I know the purpose is to have my and your life conformed to the image of his son as a true son of God today. ക്രിസ്തു എങ്ങനെ ആയിരിക്കുന്നു ആ രീതിയിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനാണ് പിതാവ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനോട് കൂട്ടവകാശികളായി, ക്രിസ്തുവിനോട് കൂടെ തന്നെ നമ്മൾ കൂട്ടവകാശം എന്ന് പറഞ്ഞ അർത്ഥത്തിലോട് നമ്മളെല്ലാം ഒരേ നിലയ്ക്കാണ് ദൈവം കാണുന്നത്. ആ രീതിയിൽ വർദ്ധിച്ചു വരാൻ ആവശ്യമായ ഒരു ക്രമീകരണമാണ് നമുക്ക് വേണ്ടത്.
we advance the culture of God's love with his eyes, his ears, and to say his love, walk in it one to another. നമ്മൾ കാണുന്നതും നാം കേൾക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും നാം പറയുന്നതും ഒക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ. I am the gatekeeper to this heart. I must understand that God's heart in me must become like him toward one another. എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ പട്ടണത്തിന്റെ കാവൽക്കാരൻ ഞാനാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ബോധ്യത്തിൽ നാം ഇരിക്കുന്ന പട്ടണത്തിലായിരിക്കുന്നുവെങ്കിൽ, നാം എവിടെയാണോ ആയിരിക്കുന്നത് അവിടെയൊക്കെ നാം പട്ടണത്തിന്റെ കാവൽക്കാരനാണെന്ന ബോധ്യത്തിൽ ഇരിക്കുന്നെങ്കിൽ നാം ദൈവത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ദൈവിക സംസ്കാരത്തിന്റെ ദൈവിക കാര്യപരയുടെ വക്താവാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ സംസ്കാരം വെളിപ്പെടുത്തുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നാം നിലകൊള്ളേണ്ടത്. You may ask the question today, why is not the ministry God's given me flourished or manifested or increased? Could it be because he looks to your heart, how you are walking in a relationship, his heart one to another? ചിലപ്പോൾ ചോദിക്കുക, എന്റെ സഭ ഇങ്ങനെയൊക്കെ വലുതാകണം, വലിയ വലിയ രീതിയിലൊക്കെ പോകണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാം. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളും ദൈവമായിട്ട് കൃത്യമായ ദൈവിക ബന്ധത്തിൽ പോവുകയും നമ്മുടെ കൂടെയുള്ള ആളുകളോട് നാം ദൈവിക സ്നേഹത്തിൽ വളരുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. We must endeavor to keep the unity of the Spirit in the bond of peace, his heart through us. It will never disappoint if we walk according to his laws and principles. ദൈവ രാജ്യത്തിന്റെ വക്താക്കളായി ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും സൗഹൃദത്തിലും സമാധാനത്തിലും നാം വർത്തിക്കുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ടി വരികയില്ല. ദൈവം ശക്തമായി നമ്മളെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ള കാര്യവും ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. So I thank God for our time together as we encourage each other in the love of God, that's the heart that we carry one to another and to all mankind. രാത്രി ഇങ്ങനെ ഒരു സമയം നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാൻ കിട്ടിയതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ കൂടുതൽ വിശാലമായി നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. ദൈവം അതിനുള്ള സമയവും സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരട്ടെ. കൂടുതലായിട്ട് വളരെ ലളിതമായിട്ടാണെങ്കിലും ചർച്ചകളിൽ കൂടെ സംവാദങ്ങളിൽ കൂടെ മുമ്പോട്ട് പോകാനായിട്ടാണ് നാം താല്പര്യപ്പെടുന്നത്. We must walk in relationship of the heart one to another to advance the kingdom corporately today to the world. വാക്ക് പിന്നെ ഉപയോഗിക്കണം. കോർപ്പറേറ്റ്ലി എന്ന് പറയുന്ന വാക്ക് പിന്നെ ഉപയോഗിക്കണം. ആദ്യം നമ്മൾ പരാമർശിച്ച ഒരു വാക്കാണ്. അതിനർത്ഥം എത്രയേ ഉള്ളൂ, നമ്മൾ ദൈവസ്നേഹത്തിന്റെ വക്താക്കളായിട്ട് നമ്മുടെ സ്ഥലത്തും നമ്മുടെ ജില്ലയിലും നമ്മുടെ രാജ്യത്തും മാത്രമല്ല ലോകത്താകമാനം നാം ഒരു ശരീരമായി, ഒരു മനസ്സായി, ഒരു സംസ്കാരമായി വളർന്ന് വർദ്ധിച്ചു വരുവാൻ, ഒരു കോർപ്പറേറ്റ് ബോഡി ആയിട്ട് ഇത് വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ എന്ത് ചെയ്യട്ടെ, സഹായിക്കട്ടെ, അങ്ങനെ വളർത്തട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. I pray today that the world sees our oneness as they come to the knowledge of Christ, as we manifest the glory in the full measure of the glory God has given us today. 100% നമ്മളെ കാണുന്നവർ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെ കാണുകയും നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തെ കാണുകയും ചെയ്തിട്ട് കൃത്യമായും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. Heavenly Father, I pray today that the world see, as we manifest the love we have for each other and for the world you have created, that this day all will come to the knowledge of a truth, that repentance will fall upon hearts of people, and they will receive the goodness of God as we walk in the love of God that never fails, as walking in the power given to the church as we walk in love together today. രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസം ഞങ്ങള് ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് വർദ്ധിച്ചു വരുവാനും ദൈവിക കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുവാനും ഒക്കെയുള്ള കൃത്യമായ ധാരണയിൽ പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അപേക്ഷിക്കർത്താവേ, ഞങ്ങളുടെ ഐക്യം, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ സമാധാനം, ഞങ്ങളുടെ സ്നേഹമൊക്കെ കാണുന്ന ആളുകൾ ക്രിസ്തുവിനെ കാണുവാൻ, ദൈവരാജ്യം കാണുവാൻ, ദൈവരാജ്യത്തിന്റെ സംസ്കാരം കാണുവാൻ സഹായിക്കണമേ. അതിനേറ്റ രീതിയിൽ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ കർത്താവേ. Amen. Amen. Discussion. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, സംസാരിക്കാം. Amen. Any comments, questions?
ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹമാണ്. ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ആ ഒരു ടീച്ചർ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ Yes. പൂർണ്ണമായി പ്രാപിക്കാൻ നമുക്ക് കഴിയണം. നമ്മള് Yes. അതിൻ്റെ അകത്ത് കാല് വെച്ചിട്ടില്ല. ആ. ദൈവത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ചത് വളരെ പ്രയോജനകരമാണ്. വളരെ സന്തോഷമായിരിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കുന്നു. Okay. He was saying that he's so happy to have this discussion. Okay, and trying to get into this knowledge and practice more in the days to come to become a fruitful man where he was planted as a minister. Hallelujah. Rishi Zacharias from Kenya. Bless you. ഒരിക്കൽ കൂടി ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സാറേ. ഇന്ന് കർത്താവിന്റെ തിരുവഴുത്തിനെ കേൾക്കുവാനും ദൈവസ്നേഹത്തെ കുറിച്ച് രാജഭാഷകൾ ഓർപ്പിച്ചതുപോലെ ദൈവസ്നേഹത്തെ കുറിച്ച് ആധികാരികമായിട്ട് ഒരിക്കൽ കൂടി കേൾക്കുവാനും, അതുപോലെ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ആ രാജ്യത്തിൽ ദൈവസ്നേഹത്തിൽ നിൽക്കുവാൻ ആണെന്നുള്ള വലിയൊരു കാരണം. നമ്മുടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ താലന്തും ദൈവസ്നേഹത്തിൽ, നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുമാണെന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ, അത് ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ അത് വളരെ പകർത്തുവാനുണ്ട്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി, കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അത് മറ്റുള്ളവരുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുവാൻ ഉള്ള ഒരു വലിയ ആ ഒരു മെസ്സേജ് വളരെ സന്തോഷിപ്പിക്കാൻ എൻ്റെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യാൻ വേണ്ടിയത് ദൈവം ധാരാളമായിട്ട് സാറിനെ ബിഷപ്പിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Appreciate the message that to impart the love of Christ among us, and by saying it, let the people know that we are His disciples, and that's the way the kingdom has to be expanded. So, trying level best to more, model ourselves into that kind of a culture, so that the world will have an impact. He is so happy for that. Praise the Lord. Amen. 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 Santosham. Yeah, God bless you. How are you doing? Yeah, പറഞ്ഞോ. സാറേ സന്തോഷം. സംസ്ഥാനങ്ങൾ എത്ര വലിയതാണെങ്കിലും വ്യക്തികൾ തമ്മിൽ സ്നേഹമില്ല എങ്കിൽ അത് ദൈവരാജ്യത്തിനല്ല എന്നുള്ളത് കൂട്ടി ഉറപ്പിക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഇത്. ദേവദാസന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണത്. കാരണം നമ്മളെല്ലാവരും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്. അതിലപ്പുറം ഒരു വ്യക്തിബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. സാറേ, ഞാൻ വേറെ കാര്യം പറയട്ടെ. സാറേ, ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുണ്ടത്താനത്തെ മീറ്റിംഗ് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അന്ന് നമ്മൾ തമ്മിലൊന്നും അറിയത്തില്ല. ഞാൻ ആ മീറ്റിംഗിൽ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാനം ഈ കാസറ്റ് വിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാസറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ സ്റ്റേജിൽ വന്നു. സ്റ്റേജിൽ വന്ന സമയത്ത് ഈ ജോഷുവ ബ്രദർ എന്നോട് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്ന സമയത്ത് അദ്ദേഹം എന്റെ നടുവിന് അടിച്ചുകൊണ്ട് ശാസിച്ചൊരു പ്രാർത്ഥിച്ചു. ആ സമയം അന്ന് വരെ എന്നെ തുടർച്ചയായിട്ട് പിന്തുടർന്നവരുടെ നടുവിന് വേദന എന്നൊരു അസുഖം പൂർണ്ണമായിട്ട് എന്നേക്കുമായി മാറി. അങ്ങനെ ഒരു അത്ഭുത രോഗശാന്തി എനിക്ക് അപ്രോച്ച് ലഭിക്കാനിടയായിരുന്നു. നല്ല കാര്യം. ആ കാര്യം ഞാനിപ്പോൾ ഓർത്തുപോയി. See, Alan, that was a testimony also. One is that he was saying that no matter how big our organization is, no matter how big we are in the ministry, if you don't have the love one among us, like we don't have a love for one another, then we are useless in the kingdom. So it's all about loving one another and building relationships. That's what he was trying to say. And second one was a testimony from him. That is an amazing testimony, Ravan Alan. Actually,
15 years ago, I really forgot that incident because 15 years ago, we had a crusade in his village. I think Dr. Joshua has come back again, connecting back. And we were ministering there. And at the end of the story, this brother was having a long-term backbone problem. Struggling, he cannot work. By profession, he is a carpenter actually. So he cannot work. He was not able to function. So he was struggling for long years. But at the end of the day, when the meeting was almost to be finished, he came on pulpit and we were ministering while Joshua touched his back and prayed, saying that let this, backbone pain be removed in Jesus' name. And what happened from that day onwards until now, 15 years or even more than that, that backbone pain hasn't come back yet. That's a testimony for us also. Hallelujah. Right. Amen. Lord. Amen. So, Joshua, you are here. One of your witnesses here. So you can, we were there in Mugatanam. That's what the story from Jay Varghese. Does Dr. Joshua speak English? Yes. Yes. Okay, good. Oh, yeah. So he understands. Oh, yeah. Oh, very well. Very good. We want to give God all the glory and all the praise. You know, the Bible says that who has said a thing and it cometh to pass if the Lord has not commanded it. Yes. We are only vessels in the hands of God that is used. So all of the glory goes back to the one. We are just the channel of the blessings. We don't have. ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ വക്താക്കളാണ് നാം. അല്ലാതെ നമ്മളാരും ദൈവത്തിന് മുകളിലോ ദൈവത്തിന് ഈക്വലോ അല്ല. ദൈവം നമ്മളെ അതാത് സമയങ്ങളിൽ ഓരോരുത്തർക്കായി ഉപയോഗിക്കപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കുഴയാനൊന്നുമില്ലെങ്കിലും ദേവദാസനുണ്ടായ ആ രോഗസൗഖ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. For God to use us consistently and persistently, we have to realize our place. We have to realize that we are the vessels and God is the giver of the virtue. ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. ദൈവം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആരാണ്, ദൈവത്തിന് നമ്മുടെ ഏത് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ആ വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. Like you have a vision in your house and that vision is connected to maybe the DSTV and the dish that is outside. So you should not celebrate the television. What you are seeing on the television is not from the television. It is from the dish that is outside. So that is the most important thing, because if it shuts down, the television will be of no use. ഞാനൊരു സിമ്പിൾ കഥ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരാണ്, വാർത്ത കാണുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ TV കാണുന്ന ആൾക്കാരാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിന്റെ മണ്ടയ്ക്ക് ഒരു കുട വെച്ചിട്ടുണ്ട്. ആ കുടയും സാറ്റലൈറ്റുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആകുന്നെങ്കിൽ TV ഓൺ ആക്കിക്കൊണ്ടും ഓഫ് ആക്കിക്കൊണ്ടും സൗണ്ട് കൂട്ടിയിട്ടും ചാനൽ മാറ്റിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പം കണക്ഷൻ കറക്റ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണക്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും വർക്കാകില്ല എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. Stanley, I see Jesus in the smiles of all of us today. Right. Hallelujah. You see, there is a great thing, see, if you see that somebody is from Kenya, somebody from India, somebody from Liberia, somebody from America. You see, people from all over the world connected just because of the cross. It's a beautiful Amen. see that. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് രാത്രി കെനിയൻ ആൾക്കാരുണ്ട്, ലൈബീരിയൻ ആളുണ്ട്, അമേരിക്കൻ ആളുണ്ട്, ഇന്ത്യൻ ആളുണ്ട്. We have our own time zones. Like Joshua is almost, it's for him, I think, in lunchtime somewhere there, maybe past lunch. And brother from Kenya is having somewhere around 4 o'clock or something, like, evening kind of a thing. I'm in the, almost in the midnight here. And he's in the morning there in America. So ഓരോരുത്തരും ഓരോരോ സമയത്താണ്. ചിലർ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നു, ചിലർ ഉച്ചയ്ക്ക് ചാപ്പാട് കഴിക്കും. ജോഷുവ ചാപ്പാട് കഴിക്കുന്ന സമയമാണ്. കെനിയയില് അദ്ദേഹം അവിടെ 4 മണിക്കത്തെ കാപ്പി കുടിക്കുന്നു, നമ്മൾ രാത്രി കിടക്കാൻ തുടങ്ങുന്നു. ഇതിനൊക്കെ നിൽക്കുന്ന ഈ സമയത്തും ജസ്റ്റ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്തും ദൈവരാജ്യം എന്നൊരു കോൺസെപ്റ്റിനകത്തും നമ്മളെല്ലാം ഒന്നായി ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതകരമായ കാര്യം. It's God's grace, it's God's blessing, and it's all about His, involvement in bringing connections. God bless you all. Relationships. Very good. That's right. So we give God. all the glory, we give him all the praise. Yes. So
man of God, all time, return the glory to God. We explain the story, but we have to return the glory to the doer. 100% ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കട്ടെ. ദൈവ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Yes. Praise God. Hallelujah. Bless you. So I think I will share the contacts, man of God, of this Dr. Joshua. I will share with Hallelujah. you, and all of you can be in connection, contacts, or whatever. Go ahead and be fruitful in the ministry. We'll Amen. continue to join Yes. Monday. We'll continue. Healing prayer right now. Yeah. Kingdom mindset. Hallelujah. Yes. Yes. Let's pray a prayer. Let's pray a prayer of healing now. This is God's kingdom, and Jesus said something. He said, the bread belongs to the children of the kingdom. That's it. So, and the children's bread is healing. So we're going to pray right now that God is going to release that special bread that is called healing, divine health. Amen. Yes. And to our physical being. And so, Father, Amen. in the name of Jesus, Amen. പ്രാർത്ഥിക്കാം. the continents of the world, to gather Mhm. on this platform. Mm. Hallelujah. Lord, with the north of the south, the east and west, Hallelujah. people have come today to give you glory. We ask for supernatural healing, divine healing in the everyone, on every manufacturer. In the name of Jesus. In the name of Nazareth, ask that you release to our temples, to temple that take and carry your spirit. Renew our parts, our body parts, and we vow to be all the glory because you are the doer. In the mighty name of Jesus Christ of Nazareth. Amen. Amen. Glory. Amen. Hallelujah. Amen. Amen.